പേര് ജിഷ പോൾ. ഞാൻ വാളകത്തു നിന്നാണ് വരുന്നത്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിൽ. ഞാൻ 24/7/2022 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ മകൾ ജോന മരിയാജി, ഹസ്ബൻഡ് അജിമോൻ തോമസ് എന്നിവരാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞ് +2 പഠിക്കുമ്പോൾ വളരെ ഉഴപ്പായിരുന്നു. അവൾക്ക് ആത്മീയത ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്യാൻ അവൾ നിർബന്ധിക്കുമായിരുന്നെങ്കിലും അവൾക്ക് യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായില്ല. എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ വരുമെങ്കിലും പ്രാർത്ഥനയിലൊട്ടും ആഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പച്ചത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വളരെയധികം സങ്കടത്തോടു കൂടി ഞാൻ പച്ചത്തിരി കത്തിച്ച് അത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പച്ചത്തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം വന്നു. അതിനുശേഷം അത് വലുതായതും അതിനകത്ത് ഒരു ഭാഷയിൽ എന്തോ എഴുതി വന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ അത് മാതാവിനോട് ചോദിച്ചു എന്താണിതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലാത്ത കാരണം പിന്നെ ഞങ്ങളെ തോന്നിച്ചു ഇത് ഹീബ്രു ഭാഷയിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹീബ്രു ഭാഷയിൽ ഞങ്ങളത് ചെക്ക് ചെയ്തപ്പോൾ അത് ജോനയുടെ പേരായിരുന്നു. അതിനകത്ത് എഴുതി വന്നത് ഇത് ജോനയുടെ പേരായിരുന്നു. ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഇവളുടെ പേര് യേശുവിൻ്റെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അവളെക്കുറിച്ച് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിക്കാതെയും ഒക്കെ ആ പരീക്ഷയുടെ സമയത്തും ഒക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്നൊരാഗ്രഹം വന്നത്. അത് മാതാവ് തോന്നിച്ചതാണ്. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു. അവൾ ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവൾക്ക് ദൈവം കൊടുത്ത വലിയ കൃപയെക്കുറിച്ചും എൻ്റെ മകള് പറയുന്നതാണ്. ഞാൻ അവൾക്ക് മൈക്ക് കൊടുക്കുകയാണ്. എൻ്റെ പേര് ജോന മരിയാജി. എനിക്ക് 18 വയസ്സാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 15/3/2025 ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ +2 എക്സാം തന്നെയായിരുന്നു. എൻ്റെ +2 എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ലാസ്റ്റ് എക്സാമിന് ബയോളജി ആയ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പ് വന്നിട്ടാണ്. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ കാശുരൂപവും ഉപ്പും തേനും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാ എക്സാംസിനും അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ലാസ്റ്റ് ബയോളജി എക്സാം ശരിക്കും മാതാവ് എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എക്സാമിന് രാവിലെ മുമ്പ് ഞാൻ ഈ പോർഷൻസ് എല്ലാം റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് ബ്ലാങ്കാണ്. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിന്നത്. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. ആ എക്സാമിന് എനിക്ക് 94ഉം ബാക്കി എല്ലാ എക്സാംസിനും ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കാണ് എനിക്ക് തന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്തേക്ക് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യണം എന്ത് ആക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എനിക്കൊരു പ്ലാൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഏശയ്യാ 45-ന്റെ 2-3 വാക്യങ്ങളാണ്. ആകയാൽ കർത്താവ് നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലും ഒടുക്കുകയും ചെയ്യും. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ഈ പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ വഴി ഞങ്ങളൊരു ഏജൻസീനെ പരിചയപ്പെട്ടു. ആ ഏജൻസിയിൽ പോണതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൻ്റെ ഇവിടെ വന്ന് അൾത്താരയിൽ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ മാതാവിനോടും യേശുവിനോടും പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ വിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നീയും മാതാവും കൂടെ നിന്ന് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ എന്നും പറഞ്ഞ് ഞങ്ങൾ ഏജൻസിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുത്തു തന്നത് ഓസ്ട്രേലിയയാണ്. നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ല. കാര്യത്തിൽ നല്ല ഹൈ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ഉള്ളവർ മാത്രം പോകുന്നൊരു കോഴ്സാണത്. പക്ഷേ മാതാവിൻ്റെ യേശുവിൻ്റെ ഉറപ്പിൽ ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എൻ്റെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് ഞാൻ IELTS എഴുതാൻ പോയതാണ്. IELTS എഴുതാൻ പോയ ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് പറയും. ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് വന്നത്. അതുമാത്രമല്ല ഞാൻ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. അതുമാത്രമല്ല ഇവിടെ ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോൾ 7-8 പ്രാവശ്യമൊക്കെ IELTS എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വരില്ല. എനിക്ക് ആകെ വിസ പ്രോസസ്സിങ്ങിൽ മാത്രമായിരിക്കും ചിലപ്പോൾ പ്രശ്നം വരുള്ളൂ. IELTS ഒക്കെ ഞാൻ ഈസി ആയിട്ട് പാസ്സാവുന്നായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ എക്സാം വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ കണ്ടതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ മെറിറ്റായിരുന്നു എനിക്കെല്ലാം. എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടുമെന്നായിരുന്നു എൻ്റെ ഉറപ്പ്.
അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, എനിക്ക് കിട്ടുമെന്നായിരുന്നു ഉറപ്പ്. പക്ഷേ എനിക്ക് ഇൻഡിവിജ്വൽ 7 വേണ്ടടുത്ത് ഒരെണ്ണത്തിന് മാത്രം 6.5, ബാക്കി എല്ലാത്തിനും 8ഉം 7.5ഉം മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന് മാത്രം 6.5 ആയിപ്പോയി. അങ്ങനെ ഞാൻ രണ്ടാമത് എഴുതി, മൂന്നാമത് എഴുതി, അതും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതെല്ലാം 0.5-നാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ PG എഴുതാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവർ റൂളും ചേഞ്ച് ചെയ്തു, അത് പിന്നെയും ഡിഫിക്കൽട്ടാക്കി. അങ്ങനെ എനിക്ക് PTയും ആദ്യത്തെ തവണ ഭയങ്കര എളുപ്പമായിരുന്നു, അതും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഇത് ഡ്രോപ്പ് ഔട്ട് ആക്കണം ഓസ്ട്രേലിയ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണാൻ വേണ്ടി ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ടോക്കൺ എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പ്രാവശ്യം IELTS എഴുതി, ഞാൻ 1 പ്രാവശ്യം PG എഴുതി, എന്നിട്ടും കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കവിളി തട്ടി. അങ്ങനെ ഞാൻ പോയി ലാസ്റ്റ് എക്സാം ഒരു ഇതുമില്ലാതെ ഞാൻ എഴുതിയത്. ഞാൻ പഠിച്ചില്ല, ഞാൻ ആകെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അതിനകത്ത് PG എഴുതുന്നവർക്കറിയാം ഔട്ട് ഓഫ് 90 ആണ് ഈ PGയുടെ മാർക്ക് സ്കോർ വരുന്നത്. അങ്ങനെ എനിക്ക് ഓവറോൾ 90 ആയിരുന്നു സ്കോർ എൻ്റെ. അതെനിക്ക് വലിയൊരു മിറക്കിളായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ ആ എക്സാമിൽ അധികം ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഔട്ട് ഓഫ് ഫുള്ള് കിട്ടാനുള്ളത് ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ അത് വലിയൊരു മിറക്കിളായിരുന്നു എനിക്ക്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ നിലം കരയാക്കുന്നതിൻ്റെ കാര്യമായിരുന്നു. അത് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് മാർച്ചിലാണ്. പക്ഷേ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾക്കൊരു 1.5 ഇയേഴ്സിലാണ് ഞങ്ങൾക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കസിൻ ഉണ്ട്, ഇങ്ങനെ 1.5 ഇയേഴ്സ് എടുത്തുകൊണ്ട് അവർ ഓസ്ട്രേലിയ ഡ്രോപ്പ് ആക്കിയ കസിൻ ഉണ്ട്. അത് പക്ഷേ എൻ്റെ ബർത്ത്ഡേ 29 ഓഗസ്റ്റ് 2025 എനിക്കിത് തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേ ദിവസം എനിക്ക് ഈ ഇൻകം ടാക്സ് പേയ്മെൻറ്റും അടച്ച് എനിക്ക് ഈ നിലം കരയാക്കിയത് എനിക്ക് തന്നു മാതാവ്. അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പ എപ്പോഴും ഏത് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിലോ RTO ഓഫീസിലോ എവിടെ പോയാലും പപ്പ ഉപ്പും തേനും ഉപ്പും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുമായിരുന്നു, തേനും അപ്പനും ഉപയോഗിക്കുമായിരുന്നു, എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഭയങ്കര ടൈം ഷോർട്ടനിങ്. ഏകദേശം ഒരു 5 മാസത്തിലാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഒരു 1.5 വർഷം എടുക്കേണ്ട കാര്യം ഒരു 5 മാസത്തിൽ. അതിന് മാതാവിന് യേശുവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനി അടുത്തൊരു കാര്യം ലോണിൻ്റെ കാര്യമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലോണിൻ്റെ കാര്യത്തിൽ ഓടി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ 1 മാസത്തിലൊക്കെയാണ് അവർക്കത് ലോൺ പാസ്സാവുന്നത്. അപ്പോൾ 1 മാസം എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പപ്പ എപ്പോഴും ഈ ബാങ്കുകളിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി. പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ PT എക്സാം പാസ്സാവുന്നതിന് തൊട്ട് മുമ്പ് അവർ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി വെച്ചു. എന്നിട്ട് PTയുടെ മാർക്ക് ലിസ്റ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് പാസ്സാവാത്തതുകൊണ്ട് രണ്ടാമത്തെ PT എക്സാം വരെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. ഒരു ബാങ്കുകാരും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എല്ലാം പാസ്സായ ഒരു ഡോക്യുമെൻറ്റിനോട് ചെന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അത്. അതുകൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് സീറ്റ് എടുക്കാൻ പറ്റി. അടുത്തത് എൻ്റെ GS അസസ്മെൻറ്റിൻ്റെയും CEO വരുന്നതിൻ്റെയും കാര്യമായിരുന്നു. അങ്ങനെ CEO വരുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ വെച്ചു, അതും വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യത്തിലേക്ക് എത്തി. പേയ്മെൻറ്റ് അടച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആദ്യത്തെ പേയ്മെൻറ്റ് ഡിക്ലൈൻ ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാൻ കാർഡ് ഞാൻ മൈനറിൽ നിന്ന് മേജർ ആക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻ കാർഡിൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് വിസയ്ക്ക് വയ്ക്കുമ്പോൾ. അത് ഞങ്ങളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വെച്ച് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവ് അത് മുമ്പേ നടന്ന് ഞങ്ങൾക്കത് കാണിച്ചു തരുവാണ് ചെയ്തത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റ് അടച്ചു. അടുത്തത് ഞങ്ങൾ ഇവിടെ ഒരു ഡിസംബർ 4 ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പറയുവാണ് ഞങ്ങൾക്ക് വിസയുടെ ആപ്ലിക്കേഷൻ അയച്ചു തരാം, നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഓഫീസിൽ നിൽക്കുവാണ് അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, എബ്രായർ 13:6. അത് ആകയാൽ ദൈവം നിനക്ക് തുണ, നീ പേടിക്കേണ്ട,
മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും, അതായിരുന്നു ആ വചനം. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യാശയായി. അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്ന കാശ് രൂപം വെച്ച് ഇവിടെ വെച്ച് തന്നെ ഞാൻ വിസയുടെ കാര്യങ്ങളൊക്കെ അയച്ചു, പേയ്മെൻറ്റും അടച്ചു, എല്ലാം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് 1 മാസം എടുത്തു. 1 മാസം കഴിഞ്ഞു, വിസ വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജാനുവരി 6 ഞാൻ രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബദനി മഠം എന്ന് പറയുന്നൊരു മഠമുണ്ട്. അവിടെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സഹായിക്കാൻ, അവിടെ ഇങ്ങനെ മെൻ്റൽ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനും അവരുടെ നഖം വെട്ടി കൊടുക്കാനും ഒക്കെ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അന്ന് രാവിലെ ഞാൻ അതിന് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൃപാസന പത്രം ഞാൻ വഴിക്കട നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസ വന്നു എന്ന് പറഞ്ഞാൽ 1 മാസമായിട്ട് ഞാൻ കാത്തിരുന്ന വിസ ആ ദിവസമാണ് വന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നു ദനഹ പെരുന്നാൾ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവിനോട് റിലേറ്റായി നിൽക്കുന്ന ഒരു ദിവസം തന്നെ വരികയും ചെയ്തു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 7-ാം തീയതിക്കുള്ളിൽ, 7-ാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വിസ വരണം. കാരണം അത് സാക്ഷ്യത്തിൽ പറയുമ്പോൾ മാതാവിനോടനുബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാതാവിനും യേശുവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ടിക്കറ്റ് വന്നേക്കുന്നത് ഫെബ്രുവരി 5 അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതിൽ. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വലിയ 2 കാര്യം പറയാനുള്ളത്. ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഈ മാതാവിൻ്റെ അതേ കളറുള്ള ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു. അതിൻ്റെ ബാഗും കയ്യിലുള്ള എല്ലാ സാധനവും അതേ കളറ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അതായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇനി മാതാവാണോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട. പക്ഷെ എനിക്ക് തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഉള്ളിൽ എനിക്ക് അതിയായ സന്തോഷം ഇങ്ങനെ നിറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട്. അപ്പം ഞാനിങ്ങനെ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുറത്ത് എനിക്കറിയാം മാതാവാണ് ഈ വന്നിരിക്കണേന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയാൻ സാധിക്കണില്ല. പക്ഷേ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. അത് മാത്രമല്ല മാതാവ് ഇങ്ങനെ ആ ആഗ്രഹങ്ങൾ ഞാൻ ഉള്ളിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് മാതാവ് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെയാണ് വന്നത് എൻ്റെ അടുത്ത്. എന്നിട്ട് മാതാവ് എനിക്ക് പോണതിന് മുമ്പ് ഉമ്മയൊക്കെ തന്ന് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ 2ാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ് കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശ് നേരെ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ട്രംബ്ലിങ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ട്രംബ്ലിങ് ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ നിലത്ത് കിടന്നിങ്ങനെ കരയുവാണ്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ 2 മാലാഖമാർ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. ഇത്രയായിരുന്നു എൻ്റെ സ്വപ്നം. അങ്ങനെ ആ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് പോയ്സൺ അടിച്ചു. ഞാൻ 2-3 വർഷത്തിനുള്ള ഒരിക്കലും ഞാൻ അഡ്മിറ്റ് ആയിട്ടില്ല ഹോസ്പിറ്റലിൽ. പക്ഷേ അമ്മയ്ക്കും വന്നു, എൻ്റെ അനിയത്തിക്കും വന്നു. അവർക്കൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറി. എനിക്കിത് ഒരാഴ്ചയായി, അത് മാറണില്ല. അങ്ങനെ മാറില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി കർത്താവായിട്ട് ഞാൻ അത്യാവശ്യം ടോക്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അത് പീഡാസഹനത്തിന് വേണ്ടിയിട്ട് കർത്താവ് തന്നതായിരിക്കും എന്ന് ഇങ്ങനെ തോന്നി. പിന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നി തുടങ്ങി. ഞാൻ ആക്ച്വലി എൻ്റെ 10th വരെ ഞാൻ കർത്താവിനോട് ഭയങ്കര അടുത്ത് നിന്ന ഒരാളാണ്. 10th വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയും നാൾ എന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് നീ എന്നെ കൈവെള്ളയിലല്ലോ, ഇത്രയും ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അതെൻ്റെ അഹങ്കാരം കൊണ്ട് ചോദിച്ചാണ്. അത് ഞാനിപ്പോൾ സോറി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് കയ്യും കണക്കൂല, എന്ത് വന്നാലും പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോരം കൈവെള്ളയിലാണ് എന്നെ അത്രയും നാൾ കൊണ്ടു നടന്നതെന്ന്. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് വന്നേ പിന്നെ അതുവരെ ഞാൻ കർത്താവിനോട് ടോക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഞാൻ ആ ടോക്ക് എനിക്ക് ഒന്ന് വന്നു തുടങ്ങിയത്. അതുകൊണ്ട് എന്ത് കാര്യം വന്നാലും എനിക്കിപ്പോൾ കർത്താവിനോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവ് എന്നോട് ആൻസർ പറയുന്നത് ഭയങ്കര ഒരു ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻറ്റിമസി ഉണ്ട് കർത്താവിനോട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഉടമ്പടിക്കടെ കിട്ടി ഇതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെയൊക്കെ നിത്യജീവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് നമുക്കൊക്കെ സുഖമുള്ള ഒരു സ്ഥലമാണത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ കർത്താവിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനോട് ഇത്രയും സ്നേഹം വന്നപ്പോൾ
എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ നിത്യജീവൻ കൺവേർട്ടായി. എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ കാണണം, അതായിരുന്നു എൻ്റെ നിത്യജീവൻ. ഇപ്പോഴും എനിക്ക് അതാണ് എൻ്റെ നിത്യജീവൻ. അതാണ് എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് പോകും. പിന്നെ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനും അവർക്ക് പൈസ കൊടുക്കാൻ അമ്മയുടെ കൂടെ പോകാറുണ്ട്. പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 20 ബണ്ടിൽ എല്ലാ മാസവും വാങ്ങും. പിന്നെ ഈ ഡിസംബറിലൊക്കെ 30 ബണ്ടിലാക്കി. അങ്ങനെയായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. അങ്ങനെ ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സാധാരണ ഇതിന് ലോൺ വെക്കുമ്പോൾ വെറ്റ് ഏരിയ ശരിക്ക് ലോണിന് എടുക്കില്ലാത്തതാണ്. സാധാരണ ഇതിന് കരഭൂമിയാണെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. ഇത് ഇപ്പോഴത്തെ നിലയിൽ ശരിക്കും ഗവൺമെൻറ് ഇത് മാറ്റിത്തരുന്നെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും എടുക്കും. അപ്പം ഇതിൻ്റെ പ്രയോറിറ്റി കിട്ടാനായിട്ട് എല്ലാ ഓഫീസുകളിലും പ്രയോറിറ്റി കിട്ടാനായിട്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച വഴി മാതാവ് തിരുക്കുമാരനും ടൈം ഷോർട്ടിങ് ചെയ്തു തന്നുണ്ട്. ഇങ്ങനെ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആത്മീയമായി ഞാൻ വളരെ ദൈവത്തോടും മാതാവിനോടും വളരെ അറ്റാച്ച്മെൻ്റായിട്ട് നിൽക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തന്നു. എന്നെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാത്രമല്ല, ഞാൻ ഇവർക്ക് വേണ്ടി ഒരു അടയാളം ഞാൻ ചോദിച്ചു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, മാതാവ് എന്താണ് ഞങ്ങൾക്കൊരു അടയാളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പച്ചത്തിരിയിൽ ഓസ്ട്രേലിയയിൽ ഇവിടെ പോകുന്ന ക്യാൻബറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ മാപ്പ് തിരിയിൽ കാണിച്ചു തന്നു. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. അത് യേശുവും അത് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങൾ സാധാരണ രീതിയിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളത് വീട്ടിലുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ സ്കൂട്ടറിൽ പോയി നമ്മൾ എങ്ങനെ നടക്കണം, എവിടെ കൊടുക്കണം, എത്ര പൊതി കൊടുക്കണം, അത് മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ രീതിയിൽ ചെന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി കൊടുക്കുമ്പോൾ അവിടെ ആളുണ്ടാവും, നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അത് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും. ഞാനിപ്പോൾ 12ാമത്തെ ഉടമ്പടി പുതുക്കി 3.5 വർഷമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നതാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1 കോടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എല്ലാ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ജിഷ എന്ന ഈ സഹോദരിയും മകൾ ജവാനയും ജീവിത ഈ അൾത്താരയിൽ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജവാനയുടെ വാക്കുകൾ നാം കേൾക്കുമ്പോൾ എത്ര കണ്ട് ഈശോയോടുള്ള നിഷ്കളങ്ക സ്നേഹത്തിൽ പരിശുദ്ധമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിച്ച് ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് അമ്മ കൈപിടിച്ച് നടത്തുന്നത് എത്ര വലുതെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ വിദേശ ഭാഷാ പഠനമാണ് പ്രത്യേകമായി ആദ്യം സൂചിപ്പിച്ചത്. എളുപ്പമെന്ന് നിസ്സാരമെന്ന് മകൾ കരുതിയ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യ പരീക്ഷകൾ അത് 4 തവണ പരാജയപ്പെട്ടത് മകൾ ഏറ്റുപറയുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു പരാജയം മനസ്സിൽ കണ്ടവളല്ല. എന്നാൽ നിസ്സാരമെന്ന് കരുതിയ IELTS-ഉം PT-യും പരീക്ഷകൾ പരാജയപ്പെട്ട് കഴിവിലുള്ള ആശ്രയം മുഴുവനും വിഫലമാകുമ്പോഴാണ് അമ്മയുടെ സന്നിധിയിലേക്ക് വളരെ കണ്ണീരോടുകൂടി ഈ വിഷയം കൊടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ജോസഫച്ചൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തുമ്പോൾ ഏങ്കിലടച്ച് നിലവിളിച്ചാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. കാരണം എനിക്ക് നിസ്സാരം ജയിക്കാമെന്ന് കരുതിയത് ഒരു തരത്തിലും ജയിക്കുവാനാവാത്ത വിധം എനിക്കത് അകന്നു പോകുമ്പോൾ അതെന്നെ വല്ലാതെ തകർത്തിരുന്നു. എന്നാൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒരു കാശുരൂപം കൈമാറിക്കൊണ്ട് നിൻ്റെ പരീക്ഷയ്ക്ക് കുഴപ്പമുണ്ടാവില്ല മോളെ എന്ന് പറഞ്ഞ് കവിളിൽ തട്ടിവിടുമ്പോൾ മകൾ പറയുന്നുണ്ട്, പഠിച്ചിട്ടല്ല അടുത്ത തവണ ഞാൻ പരീക്ഷ എഴുതുന്നത്, പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് മുഴുവനും ഏൽപ്പിച്ചു കൊടുത്താണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. ഏറ്റവും നല്ല മാർക്ക് 90 മാർക്ക് അതിൻ്റെ ഹയസ്റ്റ് സ്കോറാണ്. അതേ മാർക്ക് നൽകി എൻ്റെ അമ്മ മാതാവ് എൻ്റെ കഴിവിനപ്പുറം
ദൈവകൃപയാൽ നല്ല വിജയം നൽകി എൻ്റെ ആ പരീക്ഷ വിജയിപ്പിക്കുകയും മുന്നോട്ട് പോകുവാൻ വിദേശ രാജ്യത്തിലേക്കുള്ള ബാക്കി എല്ലാ പ്രോസസ്സും നിമിഷങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ അമ്മ ക്രമീകരിച്ച് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കുടുംബത്തിൻ്റെ സ്ഥലസംബന്ധമായൊരു വിഷയത്തിലും മകളിത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് അമ്മയോട് ചോദിക്കുന്നത്. അമ്മ മാതാവ് ഏറെ വർഷങ്ങളെടുക്കും, ഏറെ കുരുക്കുകളുണ്ട്, ഒട്ടും എളുപ്പമല്ല എന്നെല്ലാവരും പറയുന്നു. എന്നാൽ അമ്മയുടെ കരങ്ങളിലേക്ക് നിഷ്കളങ്കതയോടുകൂടി ഈ നിയോഗം ഏൽപ്പിച്ച് ഉടമ്പടി പ്രകാരം ഏറ്റവും തീഷ്ണമായി ജീവിക്കുവാൻ തീരുമാനിച്ച് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും ഏറ്റവും സന്തോഷത്തോടെ നിർവഹിച്ചു പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, 5 മാസം കൊണ്ട് തൻ്റെ ബർത്ത്ഡേയുടെ അതേ ദിവസം കരമടച്ച രസീത് അത് നിലം പുരയിടമാക്കി കിട്ടി കുടുംബത്തിന് അനുഗ്രഹമായെന്ന്. അതിന് അപ്പച്ചൻ്റെ ത്യാഗപൂർണമായ ഒരു ഉത്തരവാദിത്വം കൂടി നിർവഹിച്ചത് ഉടമ്പടി പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെ പോയോ, ഏതൊക്കെ ഓഫീസുകളിൽ കയറിയോ അവിടെയൊക്കെ ഉപ്പിട്ട് അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ ശക്തിയും ഏറ്റവും കുരുക്കും കുഴപ്പവുമുള്ള ഈ വിഷയത്തിന് മേൽ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അല്പം പോലും ക്ലേശിക്കാതെ അമ്മ മാതാവും തുരിക്കുമാരനും സമയച്ചുരുക്കത്തിൽ ആ കൃപ ആ ഒരു നിയോഗം അനുവദിച്ച് ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അമ്മയുടെ അരികിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കത്തിക്കൊണ്ടിരുന്ന തിരിയിൽ ഒരു പേര് തെളിയപ്പെടുന്നു. ഭാഷ ഏതെന്ന് പോലും അറിയില്ല. ഭാഷയറിയാതെ അക്ഷരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് കാണാനാവുന്നുണ്ട്. വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെ അർത്ഥം? മകൾ കലഹിച്ചു കൊണ്ടിരുന്നത് ഉള്ളം കയ്യിൽ എന്നെ കൊണ്ടു നടന്നിട്ടാണോ എൻ്റെ ജീവിതത്തിൽ ഇതിന് മാത്രം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? അതായിരുന്നു അവരുടെ പരാതി. എന്നാൽ തിരിയിൽ ഒരു ഹൃദയരൂപം തെളിയുകയും അതിലിങ്ങനെ അക്ഷരങ്ങൾ കൊത്തിവെച്ചതുപോലെ കാണുകയും ചെയ്യുന്നു. മകളത് വീഡിയോയിൽ നമ്മളെ കാണിച്ചു തന്നു അവൻ്റെ ഫോട്ടോ. പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നു അതൊരു ഹെബ്രായ പദമാണ്. ആ പദം ജോന, അവളുടെ പേര് തന്നെയാണ്. എൻ്റെ കരങ്ങളിലല്ല, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ പേരെഴുതി വെച്ചുവെന്ന സന്ദേശമാണ് മകൾക്ക് കൈമാറുന്നത്. അതിനുശേഷം അവരുടെ ആത്മീയ ജീവിതത്തിന് വലിയ കുതിപ്പുണ്ടാകുന്നത്, ദൈവികമായ ദർശനങ്ങൾ ഉണ്ടാകുന്നത്, സ്വപ്നങ്ങളിൽ കൃത്യമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. അവൾ തന്നെ പറഞ്ഞു സഹനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കുരിശ് നിലം പതിക്കുന്നതാണ് കണ്ട സ്വപ്നം. എന്തെന്നറിയാതെ ആകെ അവൾ പ്രയാസപ്പെടുമ്പോൾ തുടർന്ന് വരുന്ന ആഴ്ചയിൽ ഒരു ഫുഡ് പോയിസൺ വന്ന് വല്ലാത്ത രീതിയിൽ അവൾ സഹനത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. എൻ്റെ കർത്താവ് ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളെ മുൻകൂട്ടി കാട്ടിത്തന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം അറിയിച്ചുകൊണ്ട് എൻ്റെ കൂടെ തമ്പുരാനുണ്ടെന്ന് മകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മറ്റൊന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തി എവിടെയൊക്കെ പോകണ്ടേ, എങ്ങോട്ടാ പ്രോസസ്സ് നടത്തേണ്ടേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അത് കൃത്യമായി ആ തിരിയുടെ ഉള്ളിൽ ഒരു വൃത്തം പോലെ, ദീർഘവൃത്തം പോലെ ഒരിടം കാണിച്ചു കൊടുക്കുന്നു. ഈ കിട്ടിയ ഒരു ചിത്രം ഈ കുടുംബം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇത് ഏതാണ് ദേശം, ഈ പ്രദേശം ഏതാണ്? ഭൂപടത്തിൽ നോക്കി വരുമ്പോൾ കാണുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു പ്രദേശമാണ് കാട്ടിക്കൊടുക്കുന്നത്. ഇന്ന് മകൾ ആ നാട്ടിലേക്കാണ് പോകുന്നത്. അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ വളരെ കൃത്യതയുള്ളതാണ്. ഒരു ദർശനം, ഒരു വാക്ക്, ഒരു സന്ദേശം, ഒരു സ്വപ്നം അമ്മ കൈമാറുമെങ്കിൽ അതിനൊപ്പം അതിൻ്റെ അർത്ഥമുണ്ടാവും. ഉടമ്പടിയിൽ സന്ദേശങ്ങൾക്ക് അർത്ഥമുണ്ടാവും. അത് നിയോഗങ്ങൾ സഫലമാകുന്ന തരത്തിലുള്ള അർത്ഥവുമായിരിക്കും. ഈ കുടുംബം ഒന്നിനു പുറകെ ഒന്നായി ദൈവമാതാവിൻ്റെ ഇടപെടലിലൂടെ ലഭിച്ച സന്ദേശങ്ങളെ, സ്വപ്നങ്ങളെ, വാക്കുകളെ ഓരോന്നും കിട്ടുമ്പോൾ കുടുംബം പറയുന്നുണ്ട് അമ്മ മാതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മകൾ പറഞ്ഞു, ഞാൻ ബയോളജി പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ ഏറെ ക്ലേശിച്ചാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നിരുന്ന നിമിഷം മുതൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ അമ്മ സംസാരിക്കുകയാണ്. ഓരോ ഉത്തരവും ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനാകെ എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. ഏറ്റവും കൂടിയ മാർക്ക് അമ്മ എനിക്ക് നൽകിയത് ആ പരീക്ഷയ്ക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവാനുഭവങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തരാണോ നിരന്തരമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അത് ചെറുതോ വലുതോ എന്ന നിശ്ചയമൊന്നുമില്ല. ആരായാലും, എളിയവരാവട്ടെ വലിയവരാവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ വൃദ്ധരാവട്ടെ, ദൈവമാതാവിനും ഈശോയ്ക്കും സന്ദേശങ്ങൾ കൈമാറുവാൻ ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് ഈ 18 വയസ്സുള്ള മകള് ഈശോയെ ഇത്ര കണ്ട് ഇൻറ്റിമസിയോടുകൂടി ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ലോകത്തോട് പറയുന്നത്, ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി എൻ്റെ കർത്താവിനോട് നിരന്തരം സംസാരിക്കുന്നു.
എൻ്റെ അമ്മ മാതാവ് എനിക്ക് നിരന്തരം എനിക്ക് സന്ദേശങ്ങൾ നൽകി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രാർത്ഥിക്കുവാൻ മടുപ്പില്ലാതെ, പ്രേക്ഷിത വേല ചെയ്യുവാൻ മടുപ്പില്ലാതെ, ദൈവസ്നേഹത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ തീഷ്ണത നൽകിക്കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയും ഈശോയും കരം പിടിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് 3 പേരുടെയും വാക്കുകളിൽ ഉടമ്പടി ഓരോരുത്തരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന്, ഓരോരുത്തരും ഉടമ്പടിയിൽ എങ്ങനെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തുവെന്ന് നമ്മളോട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ കഴിവുകൾ പരാജയപ്പെടുന്നിടത്ത് ദൈവം അവൻ്റെ ശക്തിയാൽ നമ്മളെ വിജയിപ്പിക്കും. നമുക്കെല്ലാം ബ്ലോക്കായി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി വഴികൾ തുറന്ന് പുതിയ ആകാശം നൽകുന്നതിന്, പുതിയ സ്വപ്നങ്ങൾ നൽകുന്നതിന്, ജീവിതം സുരക്ഷിതമാക്കുന്നതിന് ദൈവം കൂടെ നടക്കുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സന്തോഷം, അതിൻ്റെ സാക്ഷ്യം, അതിൻ്റെ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഭവങ്ങൾക്കും ആത്മീയ ബലത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം